അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സന്ദർശിക്കാൻ സെപ്റ്റംബറിൽ എത്തുമെന്ന വ്യാജ വാർത്ത പടച്ചുവിട്ട് പാകിസ്ഥാൻ മാധ്യമങ്ങൾ. കഴിഞ്ഞ ദിവസം പാക് മാധ്യമങ്ങൾ ആഘോഷമാക്കിയ വാർത്തയാണിത്. എന്നാൽ ഈ വാർത്തയ്ക്കാകട്ടെ അധിക നേരം ആയുസുണ്ടായില്ല. ട്രംപിന്റെ ഓഫീസിൽ ഈ വാർത്ത നിഷേധിച്ചതോടുകൂടി തന്നെ പാകിസ്ഥാൻ കടുത്ത നിരാശയിലാണ്. അസീം മുനീർ ഉൾപ്പെടെ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയായിരുന്നു ട്രംപിനെ വരവേൽക്കാൻ. എന്നാൽ ആ വ്യാമോഹം ഇപ്പോൾ കാറ്റിൽ പറത്തേണ്ടി വന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. മാത്രമല്ല TRFനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ അമേരിക്കയോട് ചെറിയൊരു നീരസം പാകിസ്ഥാന് വന്നോ എന്നതും മറ്റൊരു വസ്തുതയായി വിലയിരുത്തുന്നു. എന്തായാലും ഇതോടെ പാകിസ്ഥാനും ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴാൻ ചാൻസ് കൂടുതലാണ് എന്നും പറയുന്നു. ട്രംപ് ഇപ്പോൾ വീണ്ടും ഇന്ത്യയോട് അടുക്കാൻ ശ്രമിക്കുകയാണ്. അതിന് ഫലമായി തന്നെ എവിടെയോ പാകിസ്ഥാനുമായുള്ള ചെങ്ങാത്തം തനിക്ക് രസകരമായി തോന്നുന്നില്ല എന്നും അത്തരത്തിൽ ഒരു അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നൽ വന്നതുകൊണ്ടാണോ ഇത്തരത്തിൽ തീരുമാനങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കുന്നതെന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സന്ദർശിക്കുമെന്ന പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് നിരസിച്ചുകൊണ്ട് വൈറ്റ് ഹൗസ് രംഗത്ത് വരികയാണ് ഉണ്ടായത്. അതുപോലെ പ്രസിഡന്റിന് അത്തരമൊരു യാത്ര പദ്ധതിയില്ല എന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. വാർത്താ ഏജൻസിയായ ANA ഇത് സ്ഥിരീകരിച്ചത്. അതുപോലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സന്ദർശനം ഇപ്പോൾ നിശ്ചയിച്ചിട്ടില്ല എന്നും അവർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ മാധ്യമങ്ങൾ ട്രംപ് പാകിസ്ഥാൻ സന്ദർശിക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് വ്യാജ വാർത്തകൾ പടച്ചുവിട്ടത്. ഈ റിപ്പോർട്ടുകളെയാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് അത്തരമൊരു യാത്രാ ക്രമീകരണം പ്രഖ്യാപിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുകൊണ്ട് അത് നിഷ്കരണം തന്നെ തള്ളിക്കളഞ്ഞതും. ട്രംപ് പാകിസ്ഥാൻ സന്ദർശിച്ച് അല്ലെങ്കിൽ സന്ദർശനത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ വ്യാഴാഴ്ചയായിരുന്നു പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ വലിയ തോതിൽ സംപ്രേഷണം ചെയ്തതും. സെപ്റ്റംബറിൽ ട്രംപ് പാകിസ്ഥാൻ സന്ദർശിച്ചേക്കും എന്നതായിരുന്നു ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. സെപ്റ്റംബറിൽ ട്രംപ് ഇസ്ലാമാബാദിൽ എത്തുമെന്ന വാർത്താ ചാനലുകളും പറയുകയും ചെയ്തു. അതേസമയം വളരെ കാലമായി ഒരു US പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശിച്ചിട്ട് അവസാനമായി 2006 പാകിസ്ഥാൻ സന്ദർശിച്ചത് അവസാന US പ്രസിഡന്റായ ജോർജ് W. ബുഷ്. ഇതിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യാത്രാ പദ്ധതിയെക്കുറിച്ച് US വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരോലിൻ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ട്രംപ് ജൂലൈ 25 മുതൽ ജൂലൈ 29 വരെ സ്കോട്ട്ലാൻഡ് സന്ദർശിക്കുമെന്ന് അവർ പറഞ്ഞു. ട്രംപും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്വയർ സ്റ്റാമറും തമ്മിൽ വ്യാപാര സംബന്ധമായ ചർച്ചകൾ ഇവിടെ നടക്കുകയും ചെയ്യും. ഇതിനുശേഷം സെപ്റ്റംബർ 17 മുതൽ 19 വരെ ട്രംപ് UK ഔദ്യോഗിക സന്ദർശനം നടത്തും. അവിടെ അദ്ദേഹം വിൻസർ കാസിൽ ചാൾസ് രാജാവിനെ സന്ദർശിക്കുമെന്നും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ നയതന്ത്ര കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും വ്യക്തമാക്കുന്നു. ട്രംപ് സെപ്റ്റംബറിൽ ഇസ്ലാമാബാദിൽ എത്തുമെന്ന വാർത്ത വൈറ്റ് ഹൗസ് നിഷേധിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലെ 2 പ്രധാന ടെലിവിഷൻ ചാനലുകൾ വാർത്ത പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥിരീകരണമില്ലാത്ത വാർത്ത സംപ്രേഷണം ചെയ്തതിൽ ഒരു ടെലിവിഷൻ ചാനൽ മാപ്പ് പറയുകയും ചെയ്തു. ട്രംപിന്റെ സന്ദർശനത്തെക്കുറിച്ച് അറിവില്ല എന്നതാണ് പാക് വിദേശകാര്യ വക്താവും പ്രതികരിച്ചത്. ഒന്നും പറയാനില്ല എന്നും ഇസ്ലാമാബാദിലെ US എംബസി വക്താവും ഇതിനോട് പ്രതികരിച്ചു. അതുപോലെ ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിലാണ് നടക്കുന്നത്. ഇതിൽ ട്രംപ് പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ക്വാഡ് സമ്മേളന തീയതി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ ക്വാഡ് സമ്മേളനത്തിൽ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ ട്രംപും പാകിസ്ഥാനും സന്ദർശിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളായിരുന്നു പുറത്തു വന്നത്. ഈ സാഹചര്യത്തിലാണ് പാക് മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.